വരുവാൻ കാലവികാസന്നമാ. ഉന്നതനാഥൻ മന്നിതിൽ വരുവാൻ കാലവികാസന്നമാ. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്നിനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ലോകത്തിൻ്റെ വളർച്ച അത്ഭുതകരമാണ്. AI ടെക്നോളജി അങ്ങേയറ്റം മനുഷ്യൻ്റെ മേൽ സ്വാധീനം ചെലുത്തുന്ന കാലം. എന്നാൽ ശാസ്ത്രം വളർന്നതോടുകൂടി മനുഷ്യൻ അവൻ്റെ ചിന്തയിൽ നിന്ന് ദൈവത്തെ പൂർണ്ണമായി മാറ്റി നിർത്തിയിരിക്കുന്നു. അതായത് എല്ലാറ്റിൻ്റെയും സൃഷ്ടിതാവും പരിപാലകനുമായ ദൈവത്തെ മനുഷ്യന് ആവശ്യമില്ലാതായി തീർന്നിരിക്കുന്നു. ദൈവത്തെ വിളിച്ചിട്ട് ഇനി ഒന്നും നേടിയെടുക്കുവാനില്ല എന്ന മനുഷ്യൻ ചിന്തിക്കുന്നത്. നമ്മുടെ പിതാക്കന്മാർക്ക് ദൈവത്തെ ആവശ്യമുണ്ടായിരുന്നു. കാട്ടുമൃഗങ്ങളോടും പകർച്ചവ്യാധികളോടും എതിരിട്ടും ഏറുമാടങ്ങളിൽ കിടന്ന് ഉറങ്ങിയും വെയിലും മഴയും ചൂടും തണുപ്പും ഏറ്റും മാറി ഉടുക്കുവാൻ വേറൊരു തുണിയില്ലാതെ ഉള്ളമുണ്ട് മുറുക്കി ഉടുത്തും ആയിരുന്നു അവർ ജീവിതം നയിച്ചത്. ആരാധിക്കുവാൻ ചാണകം മെഴുകിയ തറകളും പുല്ലുമേഞ്ഞ മേൽക്കൂരയും ഉള്ള ഷെഡുകൾ മാത്രം. പുല്ലുമേഞ്ഞ മേൽപ്പുരകളിൽ ഇരുന്ന് അവർ രാവിലെയും വൈകുന്നേരവും കുടുംബമായി ഒരുമിച്ചിരുന്ന് കൈകൾ കൊട്ടി പാട്ടുപാടി ദൈവത്തെ ആരാധിച്ചിരുന്നു. തമ്മിൽ തമ്മിൽ സ്നേഹിച്ചും കരുതിയും ഉള്ള അവരുടെ കുടുംബ ബന്ധങ്ങൾ ശക്തമായിരുന്നു. തങ്ങളിൽ ബലഹീനരും ക്ഷീണിതരുമായിരുന്നവരെ പിതാക്കന്മാർ തങ്ങൾക്കുള്ളതിനെ പങ്കിട്ട് സ്നേഹിച്ചിരുന്നു. ഇന്ന് ആ സ്ഥിതിക്കെല്ലാം മാറ്റം വന്നിരിക്കുന്നു. മനുഷ്യൻ വളർന്നു. പാർക്കുവാൻ കൊട്ടാര സദൃശമായ ഭവനങ്ങൾ, അടുത്തുള്ള വേദനിക്കുന്ന വിശക്കുന്നവനെ കാണുവാൻ സമയമേ ഇല്ല. കുടുംബ പ്രാർത്ഥനകൾ എവിടെയും ഇല്ല. ആരാധിക്കുവാൻ അമ്പരചുംബികളായ എയർ കണ്ടീഷൻഡ് ആലയങ്ങൾ, അതിനുള്ളിൽ സുഖമായിരുന്ന് ഉറങ്ങിയും ഉണർന്നും ദൈവത്തെ ആരാധിക്കുന്നവർ. ശാസ്ത്രം അതിൻ്റെ ഉച്ചകോടിയിൽ എത്തിയതോടുകൂടി എല്ലാം കൈപ്പിടിയിൽ ആയി എന്ന് മനുഷ്യൻ ചിന്തിക്കുന്നു. തന്മൂലം ദൈവബോധം ഇല്ലാതെ ധാർമ്മികമായി അധപ്പതിച്ച ഒരു തലമുറയാണ് ഇന്ന് വളർന്നു വരുന്നത്. വീട്ടിലും നാട്ടിലും റോഡിലും സ്കൂളിലും എല്ലാം ചോരക്കളി. പാഠം പഠിപ്പിക്കുന്ന അധ്യാപകന്മാർക്ക് നേരെ കയർക്കുകയും കൊലവിളി നടത്തുകയും ചെയ്യുന്ന വിദ്യാർത്ഥികൾ. അപ്പനെയും അമ്മയെയും കൂടപ്പിറപ്പിനെയും കൊന്നു തള്ളുവാൻ ഒരു ഭയവുമില്ലാത്ത തലമുറ. ബോധത്തെ മറയ്ക്കുന്ന ലഹരിയിൽ തൃപ്തിയടയുന്ന യുവതലമുറകൾ. ഭീകരപ്രവർത്തനവും വർഗീയ സംഘടനകളും ബലാത്സംഗവും പീഡനവും മത തീവ്രവാദവും ആണ് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. സഹോദര്യ ബന്ധങ്ങൾ എല്ലാം നഷ്ടപ്പെടുത്തി പകയും വിദ്വേഷവും വളർത്തി അവരനെ ഇല്ലായ്മ ചെയ്തിട്ടാണെങ്കിലും എല്ലാം നേടിയെടുക്കണമെന്ന് ചിന്തിക്കുന്ന മനുഷ്യൻ ഈ വിധത്തിൽ ഉള്ള സംഭവങ്ങളാൽ ഉള്ള സമാധാനം കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നു. തനിക്കിഷ്ടമില്ലാത്തവനെ മാത്രമല്ല അവൻ ഉൾപ്പെട്ട സമൂഹത്തെ മുഴുവൻ നശിപ്പിക്കണമെന്ന് ചിന്തിച്ച് പ്രവർത്തിച്ച ഒരുവനെക്കുറിച്ച് തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. അഹശ്വേരോശ് രാജാവിൻ്റെ കൊട്ടാരത്തിൽ ഉന്നത പദവിയും രാജാവിനോടൊപ്പം ഇരിപ്പിടവും ലഭിച്ച ഹാമാൻ ആയിരുന്നു ആ വ്യക്തി. തന്നെ കുമ്പിട്ട് നമസ്കരിക്കാത്ത മൊർദെഖായിയെയും മൊർദെഖായിയുടെ ജാതിക്കാരായ യഹൂദന്മാരെ എല്ലാം നശിപ്പിക്കണമെന്ന് ചിന്തിക്കുകയും അതിന് ഉചിതമായ ഒരു കൽപ്പന അഹശ്വേരോശ് രാജാവിനെ കൊണ്ട് പുറപ്പെടുവിച്ച് ഹിന്ദു ദേശം മുതൽ കൂശ് വരെയുള്ള 127 സംസ്ഥാനങ്ങളിൽ മാസവും തീയതിയും വച്ച് പ്രസിദ്ധപ്പെടുത്തി. കൽപ്പന ശൂശൻ പട്ടണത്തെ മുഴുവൻ ഭയപ്പെടുത്തി. ഈ വിവരമറിഞ്ഞ മൊർദെഖായി തൻ്റെ വസ്ത്രം കീറി രട്ടുടുത്ത് വെണ്ണീർ വാരിയിട്ടുകൊണ്ട് പട്ടണത്തിൻ്റെ നടുവിൽ നിന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. എസ്തേർ 4:1. യഹൂദന്മാരുടെ ഇടയിൽ മഹാദുഃഖവും ഉപവാസവും കരച്ചിലും ഉണ്ടായി. ദൈവജനത്തിൻ്റെ നിലവിളി സ്വർഗത്തിലെ ദൈവം കേട്ടു. യഹൂദനെതിരായി പുറപ്പെടുവിച്ച കൽപ്പന രാജാവിന് തന്നെ ദുർബലപ്പെടുത്തേണ്ടി വന്നു. മാത്രമല്ല യഹൂദനെ രക്ഷയ്ക്കു വേണ്ടി വേറൊരു കൽപ്പന രാജാവ് പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു. എസ്തേർ 8:9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. തൻ്റെ ജനത്തിൻ്റെ നിലവിളി കേട്ട്
ദൈവം വലിയ ഒരു വിടുതൽ ആണ് അന്ന് അവർക്ക് നൽകിയത്. അന്ന് യഹൂദന്മാർക്കുണ്ടായ അതേ അവസ്ഥയിൽ കൂടി ഇന്ന് നാം കടന്നു പോകുന്നു. ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങളിൽ 21ലും ക്രൈസ്തവർക്ക് നേരെ ആക്രമണം ഉള്ളതായി അന്താരാഷ്ട്ര ജേർണലിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. 2022 സർക്കാർ പാർലമെൻറ്റിൽ വെച്ച കണക്കിൻ പ്രകാരം കഴിഞ്ഞ 5 വർഷം മാത്രം ഏതാണ്ട് 2900 വർഗീയ സംഘടനകളാണ് ഇന്ത്യയിൽ നടന്നത്. പലയിടങ്ങളിലും ദേവാലയങ്ങളും ക്രിസ്ത്യാനികളുടെ ഭവനങ്ങളും തീവച്ച് നശിപ്പിക്കപ്പെടുന്നു. സുവിശേഷകരും വിശ്വാസികളും പീഡിപ്പിക്കപ്പെടുന്നു. ഈ സാഹചര്യങ്ങളെക്കുറിച്ച് നാം ബോധവാന്മാരെ അല്ല. അന്ന് യഹൂദന് വേണ്ടി നിലവിളിക്കുവാൻ ഒരു മൊർദെഖായി എഴുന്നേറ്റു. ജനം ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. നിലവിളി ദൈവം കേട്ട് അവർക്ക് വിടുതൽ നൽകി. ഇന്നത്തെ അവസ്ഥയെ കണ്ട് കരയുവാൻ, ജനത്തിന് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ മൊർദെഖായിമാർ എഴുന്നേൽക്കണം. അതിനുവേണ്ടിയാണ് നമ്മെ ജീവനോടെ ഇവിടെ ശേഷിപ്പിച്ചിരിക്കുന്നത്. പ്രകടനമല്ല, പ്രാർത്ഥന ഉയരണം. നമ്മുടെ നിലവിളിയും പ്രാർത്ഥനയുമാണ് ലോകത്തിന് ആവശ്യം. മൊർദെഖായിയെ പോലെ നമുക്കും എഴുന്നേൽക്കാം, ഉച്ചത്തിൽ നിലവിളിക്കാം, ഉപവസിക്കാം, പ്രാർത്ഥിക്കാം. എങ്കിൽ അന്ന് യഹൂദ ജനത്തിൽ ലഭിച്ച അതേ വിടുതൽ, രക്ഷ നമുക്കും ലഭിക്കും. കർത്താവേ, ദേശത്തിന് വേണ്ടി നിലവിളിക്കുന്ന ഒരു മൊർദെഖായി ആയി തീരുവാൻ എന്നെയും രൂപപ്പെടുത്തണമേ. ആമേൻ. ഉണർന്നു പ്രാർത്ഥിക്കുവിൻ, ഉണർന്നു പ്രവർത്തിക്കുവിൻ. ഉന്നതൻ നാഥൻ മന്നിതിൽ വരുവാൻ കാലമിതാസന്നമാ. ഉന്നതൻ നാഥൻ മന്നിതിൽ വരുവാൻ കാലമിതാസന്നമാ.